സ്വാഗതം. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മളെ സ്റ്റുഡിയോ ട്രിപ്പ് എടുക്കുകയാണ്. നമ്മളങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ്, ഏകദേശം 2-2.5 മാസത്തിന് ശേഷം ജയസിന്റെ ട്രിപ്പ് എടുക്കുകയാണ്. അപ്പം ഇന്ന് ജയസിന്റെ ട്രിപ്പ് കോളേജ് ട്രിപ്പാണ്. 1 ഡേ മൂന്നാറാണ്. ടീച്ചറായിട്ട് കയറി വന്നത് നമ്മളെപ്പോഴും പറഞ്ഞത് നമ്മളെ വിക്കിയാണ്. വിക്കിനെ തന്നെ പ്രത്യേകം വിട്ടു തരണമെന്ന് ജയസിന്റെ അടുത്ത് പറയും. വിക്കിനെ തന്നെ വിട്ട് വിക്കിനെ കാണിച്ചോളൂ. നമസ്കാരം. പിന്നെ അതേപോലെ തന്നെ ജിത്തു വിസോട്ട് ഉണ്ട്. ജിത്തുവിന് പള്ളി പോകാൻ നേരമായതുകൊണ്ട് 3 വട്ടം കൊണ്ടുപോയില്ല. അപ്പം അങ്ങനെ ജിത്തു എൻ്റെ കൂടെ വീട്ടിൽ കയറിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ട്രിപ്പ് എടുക്കാനായിട്ട് നേരെ നമ്മൾ കോളേജിൻ്റെ അടുത്ത് ഏകദേശം എത്താറായി. നേരെ അതിന് എൻട്രി ഒക്കെ കൊടുത്ത് കയറണം. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ട്രിപ്പൊക്കെ എടുത്ത് ഡീസൽ അടിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ജിത്തു, നീ പുതിയ പമ്പിൽ നിന്നാണ് നീ ഡീസൽ അടിക്കുന്നത്? പുത്തൻ HP പുത്തൻ പമ്പിൽ നിന്നാണ്. പുത്തൻ പമ്പി തന്നെ ഇറങ്ങിയോടാ. അതിന് പുതിയതായിട്ട് വല്ല സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം നമ്മളെ പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ ചെറുക്കൻ്റെ കയ്യിൽ പൂ കത്തിച്ചതിൽ ഒരു പൂ പോയതല്ല, കത്താതിരിക്കുകയാണ് അതിൻ്റെ അടിയിൽ. അതിനെ തട്ടി കത്തിക്കണം. ചെറുക്കനെ ഞാൻ 2 വട്ടം ലീവ് കൊടുത്തു. അപ്പം നമ്മളാ ട്രാവൽ റോട്ടിക്കാൻ വന്ന വിജിൻ ചേട്ടനാണ് ഒരു ട്രിപ്പ് കൊണ്ടുപോയത്. എൻ്റെ പേര് വിജിന്, ആ ചേട്ടൻ്റെ പേരും വിജിനാണ്. ആ ചേട്ടനാണ് ഒരു അടിമാലി കല്യാണം ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയത്. ജിത്തുവിനെയാണ് കയറ്റി വിട്ടത് കൂടെ. ജിത്തു വിശക്കുണ്ടോ നല്ലതായിട്ട്? എവിടെ കഴിക്കാൻ നടത്താം? അവർക്ക് വൈകിട്ട് ഫുഡൊന്നും കാണില്ല. എനിക്ക് വിശക്കണം. എനിക്ക് എവിടെ നിന്നെങ്കിലും നല്ല തട്ട് ദോശ, രസവട, പപ്പടമൊക്കെ കഴിക്കണമെന്ന്. പഴം നിനക്ക് ഏത്തം വേണോ? അവന് പഴത്തിനോട് ഭയങ്കര ആർത്തിയാണ്. എപ്പോഴും കണ്ടില്ലേ, ഞാൻ രസവടേനും പപ്പടേനും കാര്യം പറയുമ്പോൾ പഴത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പഴം അവന് ഭയങ്കര ഇഷ്ടമാണ്. പഴം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. അത് ഗൈസ്, നമുക്ക് ഇനിയും വിശക്കണമുണ്ട്, എവിടെയെങ്കിലും പോയി കഴിക്കണം നല്ല രീതിക്ക്. അതിനുവേണ്ടി വണ്ടി നിർത്തിയേ പറ്റി, അല്ലെങ്കിൽ ഞാൻ വിശന്ന് ചത്തിരുന്ന് ഓട്ടിക്കേണ്ടി വരും. നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തി. ഏറ്റുമാനൂർ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൂടെ വേണം. അപ്പോൾ ജിത്തുവിനെ ഞാൻ ഒരു ജോലി ഏൽപ്പിച്ചൊക്കെയാണ്. ജോലി എന്ന് പറയണത്, നമ്മൾ ഓടി വന്ന ഉടനെ വണ്ടി ഓഫാക്കാൻ പാടില്ലല്ല. ഒരു 10 മിനിറ്റ് അതിന് നീ ഓഫാക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിർത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെന്നൊക്കെ കഴിച്ചടാ ജിത്തു? ഓംലേറ്റ്, വട, ചായ നിനക്ക് ഇഷ്ടപ്പെട്ടല്ല? ചായ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചായ നല്ല ലൈറ്റ് പറഞ്ഞപ്പം കറക്റ്റ് ഈ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നല്ല കറക്റ്റ് ലൈറ്റ് ചായ കിട്ടിയത്. ഇന്നാണ് കറക്റ്റ് ലൈറ്റ് ചായ കിട്ടിയത്. അത് അടിച്ചു തന്ന മലയാളിയല്ല, ഹിന്ദിക്കാരനാണ്. അവൻ ഇവിടെ വന്നെല്ലാം പഠിച്ച് ലൈറ്റൊക്കെ. ഞാൻ ഇതേപോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ചായ. പിന്നെ ആരടാ ഈ 1:15 വിളിക്കുന്ന പാതിരാത്രി? ആര്? എനിക്ക് എൻ്റെ മലാക്കിന് മാത്രം ആരുമില്ല. പാലക്കാടിൻ്റെ മണ്ണിൽ എനിക്ക് എൻ്റെ മലാക്കിന് മാത്രം ആരുമില്ല. എനിക്ക് എൻ്റെ മലാക്കിന് മാത്രം. പാലക്കാടിൻ്റെ മണ്ണിൽ നമ്മൾ നേരെ ഏകദേശം ഗോതമംഗലമായിട്ടുണ്ട്. ഗോതമംഗലം അടുത്തതാ ഭാരത് പമ്പിൽ കയറി ഡീസലൊക്കെ വീണ്ടും അടിച്ച് പിള്ളേർക്ക് ബാത്റൂമിൽ പോകാനായിട്ട് ഒരിക്കൽ കൂടെ നിർത്തിയപ്പം അടിച്ചതാണ്. അപ്പം ഇവരൊക്കെ ടോയ്ലറ്റൊക്കെ പോയിട്ട് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. വാ കയറി ആർക്കടേ ഛർദ്ദിക്കാൻ വന്ന?
ആർക്കടാ ഛർദ്ദിക്കാൻ വന്ന പാക്കേജ് ആരാ ഇവിടെ പാക്കേജ് ആരനെ കാണാനല്ലോ വിളി ഇത്ര നേരം പോകണ്ടായിരുന്നു അവൻ നമുക്ക് പോയാലോ നമുക്ക് പോവാം അവൻ വരണ്ട ഫുഡ് എവിടെ ജന്നയിലെ സവയറില്ല ജന്നയിൽ അപ്പൊ നമുക്കറിയാലോ ബാക്കിയുള്ളതൊക്കെ ഇവിടെ സാറി പോട്ട് വീട്ടില് നമുക്ക് വണ്ടി എടുക്കാം നമുക്ക് എത്രയും പെട്ടെന്ന് നേരത്തെ ഓടിച്ചെത്തിയാൽ നമുക്ക് കിടന്ന് ഉറങ്ങാം സുഖമായിട്ട് കിടന്ന് ഉറങ്ങും പക്ഷെ ഇത് പാക്കേജ് ആയിരുന്നു തെണ്ടി ചിന്തിക്കുന്നില്ല അവ ഇത്ര നേരം ഇവിടെ അവൻ മറ്റേ ഫോണും കണ്ടി ഇരുന്നിട്ട് വണ്ടി എടുക്കുന്ന നേരം ഇപ്പം ബാത്റൂമിൽ പോവാ അവിടെ നമുക്ക് അവിടെ ചെന്ന് കിടന്ന് നമുക്ക് കിടന്ന് ഉറങ്ങാം പറഞ്ഞ വാളത് അങ്ങ് വെളിയിലങ്ങ് വെക്കും ഇതൊക്കെ ഇവന് 60 രൂപ ഞാൻ വെറുതെ കൊടുക്കണത് വാള് പോരാൻ തന്നെ ഞാൻ കൊടുക്കണത് നമുക്ക് അടുത്ത് കയറാം അടുത്ത് നേരെ ഇനി ഒറ്റ വിടല് നേരെ അടിമാലി ഇവിടെ ജന്നയിലെ സഫയറിലാടാ ജന്നയിലെ സഫയറില്ല ഫുഡ് ഓക്കെ ജന്ന അപ്പൊ നേരെ നമുക്ക് ഓടി ജന്നയിലോട്ട് പോവാം നമ്മൾ അടിമാലി എത്തി ജന്നയിലാണ് ജന്നയിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് ഒരു 4 ബസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ എത്ര വണ്ടിയുണ്ട് രാവിലെ കാപ്പ് കൂടി ജന്നയിൽ നിന്ന് നമ്മളെ ഇടിയപ്പോ അപ്പോ മുട്ടക്കറിയൊക്കെ ആയിട്ട് കഴിച്ചോ നീ കടലക്കറിയാവും സാർ ആ ഞാൻ മുട്ടക്കറി തട്ടിവിടട്ടെ നമ്മൾ ജനലോട് ഫ്രഷപ്പ് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മൂന്നാറിലോട്ട് പോയാണ് തിരക്കുണ്ടോ ഇല്ല എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്തായാലും വിക്കി അവിടുത്തെ ജനലുള്ള തിരക്കും കാര്യങ്ങളും കണ്ടിട്ട് എന്ത് തോന്നുന്നു പഞ്ചാബ് എന്നാണ് അറിഞ്ഞതല്ലേ അങ്ങനെയൊന്നും പറയല്ലേ ബ്ലോക്കിൽ കിടന്ന് എനിക്ക് ചവിട്ടാൻ വയ്യ റോസ് ഗാർഡൻ തന്നെ മുകളിലോട്ട് പോകുന്നതോറും എനിക്കെങ്ങനെയാണെന്നറിയാം ഉയരം കൂടുന്തോറും ബ്ലോക്കും കൂടുന്തോറും എന്റെ വണ്ടിയിലെ ഡീസൽ കുറയും തിരിച്ചു പോകുമ്പോ കുഴപ്പമില്ല നമുക്ക് അങ്ങ് മേളിൽ ഡാമിന്റെ അവിടെ ജിത്തുവിന് ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കാം എന്നിട്ട് കൊടുക്കാം പല പൈസ എല്ലാം കിട്ടും ഡിമാൻഡ് നിനക്കാണ് 3 ദിവസം ഞാൻ കൊണ്ടുവന്നപ്പോ ആൾക്കാരെല്ലാം വന്നിട്ട് ജിത്തു എവിടെ ഞാൻ കൊണ്ടുപോകുന്നില്ല അയ്യോ അവനില്ലാതെ എന്തോ ഒരു മൂടില്ല അങ്ങനെ അപ്പൊ ഗായ്സ് അപ്പൊ നമ്മൾ നേരെ തിരക്കൊണ്ടുപോയില്ല നോക്കട്ടെ പോയി ബൈ ഗായ്സ് അപ്പോൾ നമ്മൾ റോസ് ഗാർഡനിൽ എത്തിയപ്പം ബ്ലാക്ക് വണ്ടിയുണ്ട്. അപ്പോൾ ഈ വണ്ടി എനിക്ക് കാണണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. സംഭവം ആശാൻ കുട്ടൻസിൻ്റെ വർക്കാണ്. അപ്പോൾ കുട്ടൻസിൻ്റെ കിടലം സെറ്റ് വർക്ക് ക്യാബിനും കാര്യങ്ങളൊക്കെ അടിപൊളി. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കയറി കാണാം. അപ്പോൾ ഗായ്സ് ഇത് മായാവി ഹോളിഡേസിൻ്റെ ഓണറാണ്. പേര് പറയും രാഹുലാണ്. പിന്നെ റോയി എന്നാണ് നമ്മുടെ ബ്ലാക്ക് വണ്ടിയുടെ ഡ്രൈവർ. ഹായ് ചേട്ടാ വന്ന നേരം തൊട്ട് വണ്ടി തുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മായാവിയുടെ ഡ്രൈവർ ആയിരുന്നു. മായാവി കൊടുത്തപ്പോ ഇതിലോട്ടായത്. ഓക്കെ. അപ്പൊ ഈ കൊല്ലം ഒന്ന് ബാക്കിൽ എഴുതിക്കേണ്ട കാര്യം അത് പുള്ളിയുടെ ഈ വണ്ടിയുടെ ഓണറിന്റെ വീട് കൊല്ലത്താണ്. അപ്പൊ പുള്ളിക്കാരന്റെ അഡ്രസ് കൊടുത്തു പുള്ളിക്കാരെയും. പക്ഷെ ഞങ്ങള് വണ്ടി ഇതിരിയിലിട്ടാണ് ഓടണത്. അതാണ് ഞാൻ വന്നപ്പോ എനിക്കൊരു ഡൗട്ടായിരുന്നു. കൊല്ലം കിടക്കുന്ന നമ്മളെ ബ്ലാക്ക് അല്ലേ അവിടെയുള്ള 2 വണ്ടിയുണ്ട്. ഇതിപ്പം അസ്ത്രയുണ്ട്, ഒരു സെഡോണുണ്ട്. സെഡോണല്ലേ ഫസ്റ്റ് എടുത്തത്? 2019 വണ്ടി. അപ്പൊ ഞാൻ കുട്ടൻസിന്റെ വർക്കൊക്കെ ഒന്ന് കാണിക്കിട്ട് വെറൈറ്റിയാണ്. എങ്ങനെയുണ്ടെന്നേ റോയിയാണ് കുട്ടൻസിന്റെ വർക്ക്? ഒരു രക്ഷയില്ല, വേറെ ലെവൽ. അന്നപ്പോ തന്നെ എനിക്ക് ക്യാബിനൊക്കെ ഇഷ്ടപ്പെട്ട്. വണ്ടിയുടെ എഡിഷൻ നെയിം ഒന്ന് പറയോ? എഡിഷൻ നെയിം കുമ്മാട്ടി. ഷേ നമ്മളെ പൃഥ്വിരാജിന്റെ പടം അതിലൊരു കുമ്മാട്ടി ഉണ്ടല്ലോ. ഗായ്സ് അങ്ങനെ നല്ല കിടിലൻ ക്യാബിനാണ്, നല്ല അടിപൊളി.
വെറൈറ്റി ക്യാബിൻ. പിന്നെ ഫ്രണ്ടിൽ തന്നെ പഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെങ്ങനെ 2 ഫുൾ റേഞ്ച് ഒരു സബ് അങ്ങനെയൊക്കെ അല്ലേ? HF വെൽ ഡോവല്. ഓ തകർത്ത് എല്ലാം വരി കയറ്റിട്ടുണ്ട് അല്ലേ? അതിൽ മാക്സിമം അതിൽ എന്തൊക്കെ ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത്ര ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇത്രേ പറ്റുള്ളൂ. ഇരിയാണെങ്കിൽ വേറെ നമ്മൾ ചെയ്യണം, അത്രേ പറ്റുള്ളൂ. പിന്നെ വേറെ എടുത്ത് പറയാനുള്ളത് ആശാൻ അലങ്കാരത്തിന്റെ അങ്ങേയറ്റത്തെ ആളാണെന്നാണ് തോന്നുന്നത്. ഇതിലിനി സ്ഥലമില്ലേ അല്ലേ ഇനി വയ്ക്കാൻ? അതാണ് ഞാൻ അതെന്ത് അവിടെ ഒഴിച്ചിട്ടെങ്ങനെ? ഓക്കെ, ഒന്ന് തപ്പി നോക്കി. ഒന്ന് തപ്പി നോക്കി നിങ്ങൾ. എക്കോ പോയിന്റിൽ ഒന്ന് തപ്പി നോക്കി. കിട്ടും. വേണ്ട ഇത് ആണ്. ഇതെന്തിനാണ് ഇത്ര വെച്ചെങ്ങനെ? 4 അതിന് ഒന്നിനും ഒരു കുറവ് വരല്. അതുകൊണ്ട് നിറച്ചു വെച്ചൊക്കെയാണ് 4. എല്ലാം നമ്മൾ കരുതി കൂട്ടിയിരിക്കണം, ഇല്ലാതായ ഉടനെ എടുക്കാൻ. പക്ഷേ ഇതും കൊള്ളാം കേട്ടാ. ചാടിച്ചോട്ടണം. പിന്നെ അകത്തോട്ടൊന്ന് കേൾക്കാനിട്ട്. അകത്തോട്ട് വന്ന് കയറുമ്പോൾ തന്നെ തൂക്ക് ലൈറ്റിന്റെ അയ്യരുകളിയാണ്. 2 സൈഡ് ഹാറ്റ് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പോഴത്തെ ടൈപ്പാണല്ലേ? മറ്റേ ഓൾ സ്പീക്കർ അല്ല, റൗണ്ട് സ്പീക്കർ വരണം. ഏതെങ്കിലും അതിനകത്തായിരിക്കും. അപ്പൊ ഗൈസ് 2 സൈഡ് ഹാറ്റ് ട്രാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ തൂക്ക് ലൈറ്റിന്റെ ബഹളമാണ് വണ്ടിക്കകത്ത്. പിന്നെ ബാക്കിലൊരു കിടിലം പഞ്ചോസ് ഉണ്ട്. പഞ്ചോസിന്റെ പുറത്തോടെയുള്ള ഡിസൈനാണ് സൂപ്പർ. പിന്നെ കുമ്മാട്ടി എന്നുള്ള കുമ്മാട്ടി എഡിഷൻ നെയിം. പിന്നെ വണ്ടി നല്ല അടിപൊളി, നല്ല വൃത്തിയാണ്. 2 സൈഡ് 2 ഹാറ്റ് ട്രാക്കിലുണ്ടല്ലേ? ഇനി അടുത്ത് നമ്മളെ ബോർഡ് കയറുന്നില്ലേ? അടുത്ത അപ്ഡേഷൻ ഇനി ബോർഡുണ്ട്. ബോർഡെല്ലാം കുട്ടൻസ് തന്നെ, ഫുൾ അവിടെ തന്നെ, ഫുൾ കുട്ടൻ ആയതുകൊണ്ട് കുട്ടൻ ചേട്ടൻ തന്നെ ലൈറ്റും സെറ്റും എല്ലാം നല്ല. നമ്മളവിടെ നമ്മളെ കാവിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നെരിച്ച് നിർത്തിക്കുന്ന വണ്ടികളല്ലേ. പിന്നെ എനിക്കറിയാം, പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലേ. കുട്ടാൻ്റെ വർക്ക് പക്കയായിട്ട് ചെയ്ത് തരും. പുഷ്പേക്ക് സീറ്റ് വണ്ടി അല്ലേ? AC ജിങ്കി AC ഫുൾ ബ്ലാക്ക് തീം. അത് തന്നെ കേട്ടാ റെക്സിന് എല്ലാം ഫുൾ ബ്ലാക്ക്. ഓക്കെ. അപ്പം ഞാൻ വണ്ടിയെ വന്നിട്ട് ഇന്നാണ് അകത്ത് കയറി ഞാൻ കാണുന്നത്. അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ അല്ലാതെ ബ്ലാക്കിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നാണ് അകത്ത് കയറി ഇത് കുട്ടൻസിന്റെ വർക്കാണെന്നും അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എല്ലാം കയറി കാണണം. ഇനി ബോർഡും കൂടെ കയറി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാർഡ് വരിക ഒരിക്കൽ കൂടെ വന്നെടുക്കും. ഓക്കെ. റോസ് ഗാർഡനിൽ നമ്മൾ ബ്ലാക്ക് പോയപ്പോൾ ലെച്ചൂസ് വന്നു കേട്ടോ. ലെച്ചൂസ് നമ്മളെ തൊട്ടടുത്തുള്ള അയൽവാസിയാണ് നമ്മളെ ലെച്ചൂസിന് ഇപ്പോൾ 5 വണ്ടിയായിട്ടുണ്ട്. ഇനി ഒരു ചേസും കൂടെ ഒക്കെ ഇറങ്ങാൻ പോകണം. നല്ല കിടിലം അടിപൊളി കമ്പനിയാണ് അവിടുത്തെ ലെച്ചൂസ് ഹോളിഡേയ്സ്. ഇത് മറിയക്കുട്ടിയാണ് അവരെ വണ്ടി. നമ്മളെ സലാംസിന്റെ വർക്കാണ്. ചിത്തു ഒരു അപൂർവ കാര്യം സംഭവിച്ചൊക്കെയാണ്. കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് മലാക്കിലുകൾ ലൈറ്റ് മാറി ഇരുന്നിട്ട് ആദ്യമായി ജിത്തു ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കണ്ടു. ഇത്രയും കാലമായിട്ട് ജിത്തു ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അയ്യോ എടാ, നിന്റെ മുഖം ഒന്ന് എനിക്കിപ്പോൾ കാണണം. നോക്കട്ട്. അയ്യോ തിളക്കം നോക്ക് ഇത് ചെയ്യുമ്പോൾ. നിന്നെ കാണിക്കുന്നത് മണ്ടത്തരം. ബാക്കി പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇതിലുണ്ടായിരുന്ന സ്കൂട്ടിന് ഇതിന്റെ സ്ക്രൂ ഡ്രൈവർ ഇവനാണ് കൊണ്ട് കളഞ്ഞത്. അതിന്റെ ഇതായിട്ടാണ് ഇവൻ മറ്റേ കത്തിരി എടുത്ത് വെച്ച് ഇത് ടൈറ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനെയൊക്കെ സാഹചര്യം വരുമ്പോൾ ഞാൻ ബുദ്ധി പറഞ്ഞ് കൊടുത്ത് അവന് നല്ല ബുദ്ധിയുണ്ട് ഇപ്പൊ തലയ്ക്ക്. അപ്പൊ അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യും. പിന്നെ ഇത് വലിയൊരു കാര്യമാണ്. ഞാൻ എൻ്റെ വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ആദ്യമായിട്ട് ജിത്തു ഒരു പണി ഇങ്ങനെ എടുക്കണത് ഞാൻ കണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഇന്ന് ഇവിടെ മൂന്നാറിൽ മഴ ഇല്ലെങ്കിൽ ഇന്ന് വെടിക്കെട്ട് മഴ പെയ്തിരിക്കും ജിത്തു, ഉറപ്പ്. ആ മർത്തത് നടക്കട്ടെ. ഞാൻ കൂടുതൽ ഇന്ന് എന്നെ കാണിച്ച് ഇനി നമ്മളെ വ്ളോഗിലുള്ളവർ കണ്ടുവിടണ്ട. എന്നാ ഇത് ഇനി ചെയ്യൂല ഇതേപോലെ ഒന്നും.
ഇഷ്ടപ്പെട്ടോ? കൊള്ളായിരുന്നോ? നീ എന്ത് പിന്നെ ചിക്കൻ പീസൊക്കെ എനിക്ക് വാരിയിട്ടൊന്നു ഗ്യാസ് കയറും ഉച്ചയ്ക്ക്? ആ ഗ്യാസ് കയറണ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ പ്രകാശ് എങ്ങനെയായാലും നല്ല ഫുഡായിരുന്നു. ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വന്ന് വണ്ടി പർച്ചേസിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ മൂന്നാർ ട്രിപ്പിൽ വെച്ച് കുറേ കൂട്ടുകാരന്മാർ നമ്മളറിയാമെന്ന് പറഞ്ഞ് വന്ന് മിണ്ടി, കുറേയൊന്നുമില്ല, ഒരു 4-5 പേരൊക്കെ വന്ന് മിണ്ടി. എന്നാ സന്തോഷം കേട്ടോ. അവരെയൊന്നും വ്ളോഗ് ഉൾപ്പെടുത്താൻ പറ്റിയില്ല, ആ നേരത്തെ എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. എടാ ഇനി അടുത്ത് എന്തെങ്കിലും നിങ്ങളെ കാണുകയാണെങ്കിൽ ഞാൻ വ്ളോഗ് ഉൾപ്പെടുത്താം. അപ്പം പിന്നെ മാട്ടുപ്പെട്ടി ഡാമിൽ വെള്ളമില്ല. വേനൽ തുടങ്ങിയതേ ഉള്ളൂ, സ്കൂൾ അടപ്പൊക്കെ ആരംഭിച്ചതേ ഉള്ളൂ, വെള്ളമില്ല ഇപ്പോഴേ. ഡാമിൻ്റെ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ടു. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം കുറഞ്ഞിട്ടുള്ള ഡാമിനെ ഞാൻ കാണുന്നത്. ഡാമിൻ്റെ അടിത്തട്ടൊക്കെ പകുതിയും കാണാം. നമ്മൾ വെള്ളം നിറഞ്ഞ് അങ്ങ് നിൽക്കുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ അതാ വറ്റി വരണ്ട് പാടം പോലെ, വിണ്ട് കീറിയ പാടം പോലെ കിടക്കുകയും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ കണ്ടില്ലേ, നല്ല വിണ്ട് കീറി കിടക്കുകയാണ്. വെള്ളമൊന്നുമില്ല ഇവിടെ, ഫുള്ള് വെള്ളം പറ്റി കിടക്കുകയാണ് ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. നമ്മൾ നല്ല മഴക്കാലം സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് നിറങ്ങി കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ആ പാറയൊക്കെ കാണാം. ആ പാറയുടെ അവിടെയൊക്കെ നിറങ്ങി, പാറ കല്ലൊന്നും കാണാൻ പറ്റില്ല, ആ ലെവലിൽ വെള്ളം ഉണ്ടായിരിക്കുന്ന സ്ഥലമാണ്. വേണ്ട, വെള്ളം വറ്റി ഇതാ ഇങ്ങനെ എത്തുമായി. കുറച്ചും കൂടെ ഒക്കെ ഉള്ളൂ. ഇനി ഒരു 2 ആഴ്ച കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ കൂടെ പറ്റും. മണലുണ്ട് കേട്ടോ, മണൽ നല്ല മണലുണ്ട്. അവിടെ ഒരു ടിപ്പർ വിളിച്ചുകൊണ്ട് വന്നാൽ ഒരു കിറ്റാച്ചും കൂടെ കൊണ്ടുവന്ന് വാരി കയറ്റി കൊണ്ടുപോകാം. പിന്നെ മീൻ പിടിക്കാം, നല്ല വലിയ മീനൊക്കെ കാണും. അവിടെയൊക്കെ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ക്യാമറയ്ക്ക് അത്രയും സൂമിങ് സംഭവമില്ല. അതോ അവിടെ 4 പേര് നിൽക്കുന്നുണ്ട്, അവരൊക്കെ എന്താ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കെൻ്റെ 3x കംപ്ലൈൻ്റ് ആയി ഗായ്സ്, എൻ്റെ ഫോൺ മാറ്റണം. നിങ്ങളൊക്കെ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്താൽ ചിലപ്പം എൻ്റെ ഫോൺ കരിയുന്നതായിരിക്കും. ഗായ്സ്, ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. അത് കറക്റ്റായിട്ട് പറയണേ, ഞാൻ പറഞ്ഞ തെറ്റും, നീ പറ. സബ്സ്ക്രൈബറാണ് പിന്നല്ല. അപ്പം എടാ നീ ഒന്നും മിണ്ടിയല്ല, അതേപോലെ വേറെ 2-3 പേരൊന്നും മിണ്ടിയടാ, അപ്പോഴേ നീ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറുക്കനെ ഞാൻ കാണിച്ച്. നീ ഏത് വണ്ടിയിൽ വന്നാ? ഹെൽക്കേറ്റ്. എവിടെ സമയം? തൃശ്ശൂർ ഒന്ന് വന്നു. കൊണ്ടേത്ത് പോയി 2 ദിവസം. രാമക്കൽമേട് കണ്ട്, മൂന്നാർ കണ്ട് റിട്ടയർഡ് അല്ലേ? ശരി. ഇപ്പോൾ മലക്ക് നാടകം കണ്ടിട്ട് ജിത്തു അതിനകത്തുണ്ട് കേട്ടാ. ജിത്തുവിനെ കണ്ടില്ലെന്ന് പറഞ്ഞ് ജിത്തുവിനെ അസൂയ തോന്നുന്നു. ഇവർ വന്ന് എൻ്റെ അടുത്ത് മിണ്ടുമ്പോൾ അവൻ അസൂയ തോന്നുന്നു, അതുകൊണ്ടാണ്. ശരി, പിന്നെ Dear friends, DJ ഒക്കെ കഴിഞ്ഞ് നേരെ വന്ന് ജിന്നയിലൊന്ന് ഡിന്നറും കൊടുത്ത് നമ്മൾ തിരിക്കാൻ വേണ്ടി പോവുകയാണ്. പിള്ളേരൊക്കെ ഡിന്നർ കഴിച്ച് ഓരോരുത്തരായിട്ടൊക്കെ വന്ന് വണ്ടിയിൽ കയറി.